ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ കുഞ്ഞു മക്കളെ ഹായ് പറഞ്ഞേ. ഹായ് ഹായ്. സുഖമാണോ എല്ലാവർക്കും? സന്തോഷമാണോ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ആണോ? ഓ, ഭയങ്കര മഴയാണ്. തണുക്കുന്നുണ്ടോ? അപ്പയോട് പറ നല്ലൊരു സ്വെറ്ററൊക്കെ ഇട്ട് തരാൻ പറ. നല്ല സ്വെറ്ററൊക്കെ ഇട്ട് മൂടി പൊതിച്ച് വന്നിരുന്നോ. തണുപ്പൊന്നും അടിച്ച് പനി പിടിപ്പിക്കണ്ട കേട്ടോ. കുരിശ് വരച്ച് നമുക്ക് തുടങ്ങിയാലോ? ആർ യു റെഡി? എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ. എഴുന്നേറ്റ് നിന്ന് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ക്ലാസ് തുടങ്ങാം. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏത് പാഠമാണ് പഠിച്ചേ? വെരി ഗുഡ്, രണ്ടാമത്തെ പാഠം. എന്തായിരുന്നു ആ പാഠത്തിൻ്റെ പേര്? എല്ലാം ദൈവം സൃഷ്ടിച്ചു. അതിൻ്റെ ബാക്കി തന്നെയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. എന്താണ്? എല്ലാം ദൈവം സൃഷ്ടിച്ചു. ദൈവം സൃഷ്ടിച്ച എല്ലാം എന്താ ഈ വീഡിയോയിൽ കണ്ടോ? ഒന്നാം പാഠത്തിൽ, രണ്ടാമത്തെ പാഠത്തിൽ എന്തൊക്കെയാ സൃഷ്ടിച്ചതെന്ന് നോക്കിക്കേ. ആകാശവും ഭൂമിയും നക്ഷത്രങ്ങളും കടലും കടലിനുള്ളിലുള്ള മത്സ്യങ്ങളും പാറിപ്പറക്കുന്ന പക്ഷികളും അല്ലേ, കാടിനുള്ളിലുള്ള ഒത്തിരിയേറെ മൃഗങ്ങളും എന്തൊക്കെയാ ദൈവം സൃഷ്ടിച്ചേ അല്ലേ? ഇതാ അന്നക്കുട്ടിക്ക് ഒരു വല്യപ്പച്ചനുണ്ട്. വല്യപ്പച്ചനും വടിയൊക്കെ കുത്തിപ്പിടിച്ചിട്ട് വിളിക്കുന്നുണ്ട്, അന്നേ, അന്നമോളെ, ഈ കുട്ടി എവിടെയാ പോയി കിടക്കണേ? അന്നമോള് വല്യപ്പച്ച, വല്യപ്പച്ച, ഞാൻ അമ്മയും അപ്പയും പറയുന്ന കഥ കേൾക്കുകയായിരുന്നു. വല്യപ്പച്ചൻ്റെ കാര്യം കുഞ്ഞങ്ങ് മറന്നുപോയി. 2-3 ദിവസമായി വല്യപ്പച്ചൻ അന്നമോളെവിടെ മിണ്ടിയിട്ട് ഒന്നിങ്ങ് വന്നേ. എന്താ വല്യപ്പച്ച? വല്യപ്പച്ചൻ അറിഞ്ഞോ? കാടിനുള്ളിൽ ഒത്തിരിയേറെ മൃഗങ്ങളുണ്ട്. കുറേ പക്ഷികളെയും പുഴയിൽ കുറേ മത്സ്യങ്ങളെയും ആകാശത്തിലെ നക്ഷത്രങ്ങളെയും എല്ലാത്തിൻ്റെയും കഥ അപ്പ പറഞ്ഞു തന്നു. ഇതൊക്കെ ആരാ ഉണ്ടാക്കിയെന്ന് അന്നമോൾക്കറിയാവോ? ദൈവം. കൂട്ടുകാരെ, വല്യപ്പച്ചനോട് അന്നമോളി കണ്ട കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറയുക, പാട്ട് പാടിക്കൊടുക്കുക. എന്നിട്ട് വല്യപ്പച്ചൻ പറഞ്ഞു, അന്നേ, വല്യപ്പച്ചൻ എത്ര നാളായി ഒരു പാട്ട് കേട്ടിട്ട്. അപ്പച്ച അപ്പച്ച, ഞാനൊരു പാട്ട് പാടി കേൾപ്പിച്ചു തരാം. അന്നമോള് സന്തോഷത്തോടെ വല്യപ്പച്ചൻ്റെ അടുത്ത് പോയിരുന്നിട്ട് ചെവിയിലേക്ക് പാടിക്കൊടുക്കുക. ഏത് പാട്ട് പാടിയെന്നറിയോ? നിങ്ങൾക്കറിയോ? നോക്കണേ. കുക്കുകൂകും കുയിലേ, കാകാ ചൊല്ലിക്കാറും കാകനേ. കേട്ടിട്ടുണ്ടോ? ഇല്ല, കേട്ടോ. കുക്കുകൂകും കുയിലേ, കാകാ കൂകിക്കാറും കാകനേ, ലല്ലല്ല ആടും മയിലേ, ഈ ബ്യൂട്ടിയെല്ലാം യേശു തന്നതാണേ. ആടാനും പാടാനും പറക്കാനും കഴിവുകൾ നൽകിയ നാഥന്, പാടാനും ആടാനും പറക്കാനും കഴിവുകൾ നൽകിയ നാഥന് നന്ദി ചൊല്ലാമെന്നും അവനായി, നന്ദി ചൊല്ലാമെന്നും അവനായി. നാനാനെ നാനേ നനനാനേ, നാനാനെ നാനേ നനനാനേ, നാനാനെ നാനേ നനനാനേ, നാനാനെ നാനേ നനനാനേ. എങ്ങനെയുണ്ട്? നല്ല പാട്ടല്ലേ? വല്യപ്പച്ച, വല്യപ്പച്ച, പാട്ട് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ അന്നമോൾ ഇങ്ങനെ പാട്ട് പാടിക്കൊടുക്കുക. കൂട്ടുകാരെ, നിങ്ങളുടെ വീട്ടിൽ വല്യപ്പച്ചനുണ്ടോ? വല്യമ്മച്ചിയുണ്ടോ? ഉണ്ടോ? എങ്കിൽ ഈ വിശേഷമൊക്കെ എന്തൊക്കെയാ ദൈവം ഈ ഭൂമിയിൽ സൃഷ്ടിച്ചതെന്ന് വല്യപ്പച്ചനോടും വല്യമ്മച്ചിയോടും പറഞ്ഞോ? ഇല്ലേ? ഓ, കഷ്ടമുണ്ട്.
എങ്കിൽ ഇന്ന് തന്നെ ചെന്നിട്ട് വല്യമ്മച്ചിനെ കെട്ടിപ്പിടിച്ചിട്ട് ചെവി പറഞ്ഞു കൊടുക്കണം, വല്യമ്മച്ചി, ദൈവം സൃഷ്ടിച്ച ഇല്ലായ്മയിൽ നിന്നും ദൈവം സൃഷ്ടിച്ചത് എന്തൊക്കെയാണെന്നറിയാവോ? അതെല്ലാം അപ്പയും അമ്മയും എന്നെ കൊണ്ട് കാണിച്ചു എന്ന് പറഞ്ഞു കൊടുക്കണം. പറയുവോ? പറയുവല്ലേ? കൂട്ടുകാരെ, ഈ അന്നമോള് എത്ര സന്തോഷത്തോടെയാണ് വല്യപ്പച്ചനെ പാട്ട് പാടി കേൾപ്പിച്ചതെന്നറിയാവോ? എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ. എഴുന്നേറ്റ് നിൽക്ക്. ചാടി എഴുന്നേൽക്ക്. നിങ്ങൾക്ക് തന്നെ ഒരു പൂക്കൾ വിരിയിക്കാൻ പറ്റുമോ? പറ്റുമോ? എങ്ങനെ വിരിയിക്കുക? എഴുന്നേറ്റ് നിന്നേ. ദൈവം സൃഷ്ടിച്ച നല്ലൊരു പൂവ്, ഇഷ്ടമുള്ള പൂക്കളായിക്കോട്ടെ. റെഡി ആവണം. സിസ്റ്റർ കാണിച്ചു തരാം. ഒരുമിച്ച് ചേർന്ന് ആ പൂക്കൾ വിരിയിക്കണം. ഇങ്ങനെ പിടിക്കുക. കൈ ചെറിയ മുട്ടാണേ, കുഞ്ഞു മുട്ട്. അതിങ്ങനെ ഇതാ വിടർന്ന് 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 ദാ വരുന്നു. നിങ്ങളൊന്നുകൂടി ചെയ്തേ. ഞാൻ 1 2 3 എന്ന് പറയുമ്പോഴും ആ കുഞ്ഞി കൈകൾ കൊണ്ട് ചെറിയ ചെറിയ റോസാപ്പൂക്കളെ വിടർത്തിക്കൊണ്ട് വരണം. ഇതാ 1 2 3. ആഹാ, കൊള്ളാം അല്ലേ? നല്ല പുഷ്പങ്ങൾ വിരിച്ചു. എല്ലാവരും വിരിച്ചു. എന്ത് ഭംഗിയാ നിങ്ങളുടെ പൂക്കൾ കാണാൻ. വീട്ടിൽ ചെല്ലുമ്പോൾ, വീട്ടിൽ പപ്പയുടെ അടുത്തിരിക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ ചെറിയ ചെറിയ പൂക്കൾ ഉണ്ടാക്കി കാണിച്ചു കൊടുക്കണം. നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടാക്കാൻ അറിയാം? ഒരു പേപ്പർ എടുത്തിട്ട് നിങ്ങൾ കാണുന്ന ദൈവം സൃഷ്ടിച്ച എല്ലാം ആ ഒരു പേപ്പറിനകത്ത് കാണുന്നതൊക്കെ മുറിച്ച് മുറിച്ച് ഒട്ടിച്ച് വെക്കണം. ഒട്ടിച്ച് വെക്കുവോ? എല്ലാവരും അങ്ങനെ ചെയ്യണം. എന്നിട്ട് പറയണം, ദൈവമേ, നീ സൃഷ്ടിച്ച എല്ലാം ഞങ്ങൾക്ക് വേണ്ടിയാണ്, നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു എന്ന് പറയണം. നന്ദി പറഞ്ഞ് സ്തുതിച്ചുകൊണ്ട് ഒരു പാട്ട് പാടിയാലോ? പാടാം. എഴുന്നേറ്റ് നിന്നിട്ട് പാടണോ ഇരുന്നിട്ട് പാടണോ? തണുക്കുന്നുണ്ടല്ലേ? അന്ന് അവിടെ ഇരുന്നോ. ഇരുന്ന് തന്നെ പാടിയാൽ മതി. ഇരിക്കേ. ഓക്കെ, പാടിത്തരാം. സർവശക്തനായ ദൈവം, സർവം സൃഷ്ടി ചെയ്ത ദൈവം, സൃഷ്ടിയെല്ലാം ദൈവദാനം മഹത്വപൂർണം, സൃഷ്ടിയെല്ലാം ദൈവദാനം മഹത്വപൂർണം. പഠിച്ചോ? വീണ്ടും അടുത്തത്. ദൈവം സർവശക്തനല്ലോ, സർവസൃഷ്ടിനാഥനല്ലോ. ഒന്നൊരു പാട്. ദൈവം സർവശക്തനല്ലോ, സർവം സൃഷ്ടിനാഥനല്ലോ, സൃഷ്ടിലോകമൊന്നു ചേർന്നു വാഴ്ത്തി പാടിടാം, സൃഷ്ടിലോകമൊന്നു ചേർന്നു പാടി വാഴ്ത്തിടാം, സൃഷ്ടിലോകമൊന്നു ചേർന്നു പാടി വാഴ്ത്തിടാം. കണ്ടോ? ദൈവം സൃഷ്ടിച്ച ഈ ലോകം മുഴുവനിലുള്ള എല്ലാ വസ്തുക്കളോടും ചേർന്ന് ദൈവത്തെ നമുക്ക് സ്തുതിക്കണം അല്ലേ? സ്തുതിക്കുവോ? സ്തുതിക്കും. അന്നമോള് വല്യപ്പച്ചനും വല്യമ്മച്ചിക്കും ഓരോന്നും പരിചയപ്പെടുത്തി കൊടുത്തതുപോലെ നമുക്കും ഓരോന്നും എണ്ണി എണ്ണി നമ്മുടെ വീട്ടിലുള്ള എല്ലാവരോടും പറയണം, ഇത് ദൈവം സൃഷ്ടിച്ചതാണ്, ഇത് ദൈവം എനിക്ക് തന്നതാണ് എന്ന് പറഞ്ഞ് ഓരോ കാര്യങ്ങളും ദൈവത്തിന് മുമ്പിൽ ഏറ്റുപറഞ്ഞ് നന്ദി ചൊല്ലണം. ദൈവം സൃഷ്ടിച്ച ഇതാ കുറേ വസ്തുക്കൾ നമ്മുടെ പാഠപുസ്തകത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെയാ അത് ദൈവം സൃഷ്ടിച്ച വസ്തുക്കൾ? പൂക്കളുണ്ടല്ലേ? നിങ്ങൾക്കറിയാം എന്തൊക്കെയുള്ളതെന്ന്. അതിനെല്ലാം പല നിറമുണ്ട്. ആ നിറങ്ങളൊക്കെ ഒന്ന് കൊടുക്കാൻ പറ്റുമോ? വിവിധ തരത്തിലുള്ള പുഷ്പങ്ങളുണ്ട്, സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്, എന്തൊക്കെയുള്ളതെന്ന് കണ്ടില്ലേ? ഇതിനെല്ലാം നല്ല നല്ല കളറുകൾ കൊടുത്ത് അടുത്ത ഞായറാഴ്ച വരുമ്പോൾ കൊണ്ടുവരണം. കൊണ്ടുവരുമോ? സിസ്റ്റർ അതെല്ലാം നോക്കും. ഏറ്റവും മനോഹരമായിട്ട് നിറം കൊടുത്ത കൂട്ടുകാർക്ക് ഒരു സമ്മാനമുണ്ട്. സമ്മാനം വേണോ? സമ്മാനം വേണമെങ്കിൽ എല്ലാവരും നല്ല മനോഹരമായിട്ട് ഇത് ചെയ്തിട്ട് വരണം. ചെയ്യുമോ? എന്തോ അന്നമോള് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ പുസ്തകത്തിൽ എല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടെന്ന്. അന്നമോൾ ഇതെങ്ങനെ ചെയ്യാ? അതെ, എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചു തരും. എനിക്ക് കളർ പെൻസിലുണ്ട്, നല്ല വേദപാഠത്തിൻ്റെ ബുക്കുണ്ട്. ആഹാ, അമ്മ പറഞ്ഞു തരുമോ? നിങ്ങളും പറയണം കേട്ടോ. അമ്മ എന്നെ സഹായിക്കും, അല്ല എൻ്റെ അപ്പ എന്നെ സഹായിക്കും, അല്ല ചേട്ടായി എന്നെ സഹായിക്കും എന്ന് പറഞ്ഞു കൊടുക്കണം. പറഞ്ഞു കൊടുക്കുവോ? മിടുക്കരാണ്. ഇനി എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ.
മനപ്പാഠമാക്കാൻ ഒരു വചനം സിസ്റ്റർ പഠിപ്പിച്ചു തരാം. എന്തിനു വേണ്ടിയാണ്? ആഹാ, അതവിടെ ആരാ ഇരിക്കുന്നേ? ആരാ? എല്ലാവരും എഴുന്നേൽക്ക്, ചാടി എഴുന്നേൽക്ക്. ആ, ഇനി മനപ്പാഠമാക്കേണ്ട ഒരു വചനമാണിത്, മറന്നു പോകരുതേ. സിസ്റ്റർ പഠിപ്പിച്ചു തരാം. എന്താണെന്നറിയണോ? ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. എന്താണ്? ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഒച്ചത്തിലെന്ന് പറഞ്ഞേ, രണ്ട് കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചെന്ന് പറഞ്ഞേ. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഇത് എവിടെയാ പറയണേന്നറിയാവോ ഈ വചനം? ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം. വിശുദ്ധ ബൈബിളിൽ ഉൽപ്പത്തി എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. ഏറ്റവും ആദ്യത്തെ ഭാഗമാണത് ഉൽപ്പത്തി പുസ്തകം. ഉൽപ്പത്തി പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ വാക്യമാണിത്. ഈ വചനം പഠിക്കുമോ? ഈ ക്ലാസ് എല്ലാം കഴിഞ്ഞ് ഈ വചനങ്ങളെല്ലാം പഠിക്കുന്ന കൂട്ടുകാർക്കും സമ്മാനമുണ്ട്. എല്ലാവരും പഠിക്കണേ. ഇനി കൈകളൊന്ന് കൂട്ടിപ്പിടിച്ചേ, എഴുന്നേറ്റ് നിന്നേ. കുരിശ് വരയ്ക്കണ്ടേ ഒന്നുകൂടി? ഇതാ നമ്മുടെ ക്ലാസ് ഇവിടെ തീർന്നു പോയി. ദൈവം സൃഷ്ടിച്ച എല്ലാത്തിനും നന്ദി പറഞ്ഞ് കുരിശ് വരച്ച് സ്തുതി ചൊല്ലി ഹായ് പറഞ്ഞ് നമുക്ക് തിരിച്ചു പോകാം. വരയ്ക്കാം. ഇന്ന് നിങ്ങളാണ് ഒച്ചത്തിൽ കുരിശ് വരയ്ക്കേണ്ടത്. വരയ്ക്കാം. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹായ്, ടാറ്റാ, ബൈ.